ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. സോഷ്യൽ മീഡിയ വൃത്തികേടാകുന്ന, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാഷ്ടിച്ചിട്ട് പോകുന്ന ഒരു വൃത്തികെട്ട, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പേയ് പിടിച്ച വായും കൊണ്ട് കടിച്ചിട്ട് പോകുന്ന ഒരു പേപ്പട്ടിയെ പറ്റിയിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അധികം ആരും കാണാൻ സാധ്യതയില്ല, ബിക്കോസ് അത് വളരെ ലേറ്റായിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നടന്ന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ആൻ്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ന്യായീകരിച്ച് അയാളുടെ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ആ പ്രസ്തുത സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ഈ പറയുന്ന സനു വിഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ പിടിച്ച ഒരു പേപ്പട്ടിയുണ്ട്. ഇനിയിപ്പം വേറെ ചിലർ പറയുന്നത് പോലെ ഞാൻ അവൾക്ക് റീച്ച് കൊടുക്കുന്നില്ല, പേര് പറയുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ആ സ്ത്രീ സനു വിഷൻ എന്ന് പറയുന്ന, നിങ്ങൾക്ക് ഒട്ടുമിക്ക ബോധമുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, പുരുഷന്മാർക്കും അറിയാമായിരിക്കാം എത്രത്തോളം അപകടകാരിയാണ് ആ സ്ത്രീ എന്നുള്ളത്. എത്രത്തോളം തെറിയും ചീത്തയും മാത്രം വിളിച്ച് യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന, തെറിയും ചീത്തയും വിളിച്ചിട്ട് അവൾ പറയും എല്ലാവരും എൻ്റെ ഈ തെറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാൻ പറയും. എന്നിട്ട് ഇനി എത്ര പേരുണ്ട് ഓരോ തെറി വിളി കഴിഞ്ഞും പറയും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചേക്കൂ, ഒന്ന് ചെയ്യാത്തവർ സബ് ചെയ്തേക്കൂ. തെറി വിളിച്ചിട്ടാണ് പറയുന്നത്. വേറെ യാതൊന്നും നാളിതുവരെ ഈ സ്ത്രീക്ക് കണ്ടന്റ് ഇല്ല. എന്നിട്ട് ബാക്കിയുള്ളവരോട് മുഴുവൻ പറയും നിനക്കൊക്കെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? എന്നെപ്പോലെ ഒരു വിഷയം എടുത്ത് സംസാരിക്കാൻ നിനക്കൊക്കെ അറിയൂ. നിനക്കറിയുന്ന വിഷയം ഏതാണ് സ്ത്രീയെ? നീ നാളിതുവരെ സംസാരിച്ചിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഏതാണ്? ഈ കഴിഞ്ഞ ദിവസം എല്ലാവരും എടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ടേക്കുന്ന രേണു സുധിയെ എടുത്തിട്ട് ഒന്ന് സംസാരിച്ചു. എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് സംസാരിച്ചു. അത് ആളുകളെടുത്ത് അത്രത്തോളം റീച്ചാക്കി ഇട്ടേക്കുന്ന ഒരു കേസാണ്. അതിനൊരു കുറച്ച് പേരെ കണ്ടു. അല്ലാതെ ഈ സ്ത്രീ ഒരു കാര്യങ്ങൾ പറയുന്നതിന് വീഡിയോസ് കുറേ നാളായിട്ട് കുറേ അലങ്കാരം മിനുക്ക് പണികളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തിയിട്ട് കുറേ വീഡിയോസ് ചെയ്യാനായിട്ട് കുത്തിയിരുന്നിട്ടുണ്ടായിരുന്നു. ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം ഈ സ്ത്രീയുടെ കയ്യിലിരിപ്പ് അതാണ്. ഈ സ്ത്രീയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ആൻ്റണി ബ്രോയെ പറ്റി പറഞ്ഞപ്പോൾ കുറേ പേർക്ക് 100 നാവായിരുന്നു. അയാൾ വൃത്തികെട്ടവനാണ്, കൊള്ളരുതാത്തവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഇപ്പം പുതുതായിട്ട് യൂട്യൂബിൽ അവതരിച്ച ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റി, ആ CP യിൽ നിന്നാണല്ലോ തുടക്കം. ആ സ്ത്രീ അത്രയും അധികം മോശം ആ മനുഷ്യനെ പറഞ്ഞിട്ടും ആ മനുഷ്യൻ ചെന്നിട്ട് ആ സ്ത്രീയുടെ കാല് പിടിക്കുന്ന CP ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് വരുന്ന ഫേക്ക് IDs മുഴുവൻ ആൻ്റണി ബ്രോയുടെ ആണെന്നാണ് പറയുന്നത്. അതുപോലെ വിളിക്കാൻ ഇനി ഒന്നുമില്ല. ഇവൾ പറയുന്നു ഇദ്ദേഹത്തിന് രോഗമില്ല. ശരിയാണ്, രോഗമില്ല, ചികിത്സിച്ച് ഭേദമായി, അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്തിനാണ് മറ്റേ സ്ത്രീ വെറുതെ എപ്പോഴും മറ്റേ സ്ത്രീയും നീയും? രോഗമില്ലല്ലോ. ഞരമ്പൻ, വായ്പുണ്ണൻ, വാ പുഴുത്തവൻ, ഈച്ച ഇറക്കുന്നവൻ, ഫേസിൽ ഈച്ച വന്നിരിക്കുന്നവൻ, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവൻ. മറ്റേ സ്ത്രീ എപ്പോഴും പറയുന്നതാണ് ഇന്നോ നാളെയോ കെട്ടിയെടുക്കും, ഇന്നോ നാളെയോ തീരും, പെട്ടിയിലടക്കി അണയടിച്ച് ഇന്നോ നാളെയോ കുഴിയിലിറക്കി വെക്കും. ആ സ്ത്രീ എല്ലാവരെയും പറയുന്ന അങ്ങനെയാണ്. സജീന റഷീദ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നിന്നെയൊക്കെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ള ഈ നാട്ടിൽ, ഈ സോഷ്യൽ മീഡിയയിൽ അവർ CP വഴി അവരുടെ അഭിപ്രായം പറയുന്നതിന് അതിൻ്റേതായ ഭാഷയിൽ മാന്യമായിട്ട് മറുപടി കൊടുക്കാം സ്ത്രീയെ. അതിന് അവർ പറയുന്നത് അവരെ മയ്യത്താക്കും, പള്ളിപ്പറമ്പിലേക്ക് എടുപ്പിക്കും, എല്ലാവരെയും കൊന്ന് ആണിയടിച്ച് പെട്ടിയിലാക്കി കാലപുരിക്ക് അയക്കുന്ന ജോലിയാണ് ആ സ്ത്രീക്ക്. പുതിയതായിട്ട് അവതരിച്ച, ഇവളുടെ രക്ഷകയായിട്ട് പുതിയതായിട്ട് അവതരിച്ച ആ ദുർമന്ത്രവാദിനിക്കുള്ളത്. എല്ലാവരെയും ഇപ്പം ഞാൻ പറഞ്ഞ എന്നെയും കുറേ പേര് കമൻസ് ഇട്ടു കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞിട്ട് പുതിയ ചാനലല്ലേ ചെന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്നൊന്നും നമുക്ക് തോന്നില്ല. എന്താ പറയുന്നതെന്ന് പോലും അറിയില്ല. ന്യായമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉടനെ ഹിന്ദുക്കളെ ആണെങ്കിൽ ചിതയൊരുക്കും, കത്തിക്കും. മാവ് അവൾ കൊടുക്കാനാണ് പറയുന്നത് കത്തിക്കാനായിട്ട്. അവർ മാവ് കൊടുക്കാനാണ് പറയുന്നത് കത്തിക്കാനായിട്ട്. അവർ മാവ് എത്തിക്കും, അങ്ങനെ കത്തിക്കും. ക്രിസ്ത്യൻസിനെ ആണെങ്കിൽ പെട്ടിയിലാക്കി ആണിയടിച്ച് കുരിശും കയ്യിൽ വെപ്പിച്ചിട്ട് അങ്ങനെ വെള്ള പുതപ്പിച്ച് അങ്ങനെ പള്ളി സെമിത്തേരിയിലേക്ക് എടുക്കും, ഉടനെ തന്നെ എടുക്കും. മുസ്ലിംസിനെ ആണെങ്കിൽ മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് പള്ളിപ്പറമ്പിലേക്ക് എടുക്കും. ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ ഈ ആൻ്റണി ബ്രോയെ പറ്റി പറഞ്ഞേക്കുന്ന വാക്കുകൾ കേട്ടാൽ ഒരാൾ സഹിക്കില്ല. അത്രത്തോളം അദ്ദേഹത്തെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, മിനി എല്ലാത്തിനെയും പറ്റിയിട്ട് ന്യായം സംസാരിക്കുന്ന ഒരാളല്ലേ, എന്നിട്ട് ഇതിനെപ്പറ്റി എന്തേ സംസാരിക്കാത്തെ?
ആ സമയത്ത് എനിക്ക് ഒരുപാട് തിരക്കുള്ളൊരു സമയമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ സമയം അനുസരിച്ച് ഈ സ്ത്രീയുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം എല്ലാം കണ്ട്, അല്ലാതെ മറ്റേ സ്ത്രീ പറയുന്നത് ഇവള് പറയുന്ന പോലെ അവർ കൊണ്ടിട്ട് തന്നു ഇവർ കൊണ്ടിട്ട് തന്നു അത് കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. ഒരു മനുഷ്യന് ഇത്രത്തോളം ക്ഷമയുണ്ടാകുമോ എന്ന് ഞാൻ അതിശയിച്ചു. അത്രത്തോളം അദ്ദേഹം ക്ഷമിച്ചതിന് ശേഷം തിരിച്ചു പറയുന്നത് നീയൊക്കെ കാണുന്നു അല്ലേ, അദ്ദേഹം തിരിച്ച് സംസാരിക്കുന്നത് നീയൊക്കെ കാണുന്നു. തിരിച്ച് ശരിയാണ്, നല്ല രീതിയിൽ തെറി എടുക്കുന്നുണ്ട്. ഞാൻ മിക്കതും കാണാറ് പോലുമില്ല. എനിക്കിങ്ങനെ തെറിയും ചീത്തയും കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല. ഒരു വീഡിയോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് തെറി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞതിൻ്റെ 7 അയലത്ത് വരില്ല. ആണുങ്ങളുടെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യാൻ ഈ സ്ത്രീകൾക്ക്, ഈ 2 സ്ത്രീകൾക്ക് വല്ലാത്ത ആർജവുമാണ് കേട്ടോ. ഇവളുമാരുടെ കയ്യിലാണ് എല്ലാവരുടെയും സെക്ഷൽ കപ്പാസിറ്റിയുടെ താക്കോലിരിക്കുന്നത്. അവനതില്ല, ഇവനിതില്ല. അവനത് തളർന്നവനാണ്, ഇവനിത് അവനത് തളർന്നവനാണ്, അവനതിനുള്ള കഴിവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കറിയില്ല, ആ വൃത്തികെട്ട വേർഡൊന്നും എനിക്ക് പറയാനറിയില്ല. അവൻ്റെ അത് നൂല് കെട്ടിപ്പൊക്കണം. അവന് ഇതൊക്കെ സംസാരിക്കാതിരിക്കാനും പറ്റില്ല, സംസാരിക്കേണ്ട വിഷയമാണ്. ഒരു സ്ത്രീയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വല്ലാത്ത കുറ്റമാണല്ലേ. ഒരു പുരുഷനെ പറ്റിയിട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ മച്ചിയാണ് എന്ന് പറയുന്നതും ഒരു പുരുഷൻ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടവനാണ് എന്ന് പറയുന്നതും സ്ത്രീക്ക് ഏറ്റവും അപമാനവും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മച്ചിയാണെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ പ്രസ്തുത സംഭവം പുരുഷനെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ഇവളുമാർക്ക് വേണ്ടാത്ത, ഇവളുമാരുടെ ഇംഗിതത്തിന് നിൽക്കാത്ത ആണുങ്ങളെ കണ്ടാൽ ഇവളുമാർ ഈ 2 എണ്ണവും ഇപ്പോൾ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവൾക്ക് കൂട്ടു വന്നേക്കുന്ന ആ സ്ത്രീയും അവർ ഒന്നും ചെയ്തിട്ടില്ല. അത്ര സ്നേഹത്തോടെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇദ്ദേഹം കാല് പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. CP ഇട്ടിട്ട് കുറേ ആദ്യമൊക്കെ ഞരമ്പ് തളർന്നവനാണ്, വായ്പൊണ്ണനാണ്, അത് ഇതാണെന്നും പറഞ്ഞിട്ട് അപമാനിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഇവർക്ക് ഇദ്ദേഹത്തെ പറയാനായിട്ട് ഒരു കാരണമല്ല, അതിന് ദോഹവെടിയെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ തെളിവ് ചോദിച്ച് അയാൾ ഒരുപാട് കമൻസ് ഇട്ടു. അതിനുശേഷം ഏത് ഐഡിയിൽ നിന്ന് ആര് കമൻറ്റ് ഇട്ടാലും തെറിയും ചീത്തയൊന്നും ആവണമെന്നില്ല. അവർക്ക് ബോധിക്കാത്ത ഏത് കമൻറ്റ് ഇട്ടാലും ഇതവനാണ്, ഇത് മറ്റേവനാണ്, ആ കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുന്നവനാണ്, പള്ളി സെമിത്തേരിയിലേക്ക് എടുക്കാനിരിക്കുന്നവനാണ്, ഒരാളുടെ മരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നോർക്കണം. അത് ഈ ഒരാളെയല്ല, അവിടെ അവർക്ക് താല്പര്യമില്ലാത്ത എല്ലാവരെയും ആ സ്ത്രീ അങ്ങനെ തന്നെയാണ് പറയുക. അതിനെതിരെ നല്ലതുപോലെ കണ്ടിട്ട് 100% സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുപോലെ സജീന ഒരാളെ ഉപദ്രവിച്ച് എനിക്കറിയില്ല, അത്ര മാന്യമായിട്ട്. പിന്നെ അവർക്ക് പറയേണ്ട അവർ CP ആയിട്ട് ഇടുന്നു. ആർക്ക് എവിടെയാണ് ചൊറിച്ചിൽ? എന്തിനാണ് ഇത്ര വലിയ? മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് അവരവരുടെ കാര്യങ്ങൾ പറയാനും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഈ തെറി വിളിക്കുന്ന ഈ പേപ്പട്ടിക്ക് മാത്രമല്ല അതിനുള്ള അവകാശമുള്ളത്. അപ്പോൾ അവരെയും പറയാൻ ഇനി ഒന്നുമില്ല. ഇവരൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു. ഈ ശല്യത്തിൻ്റെയൊക്കെ പുറകെ പോവണ്ട എന്ന് കരുതിയിട്ട് ഇവരൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു. അതിന് ഇവരെ വീണ്ടും ക്രൂശിക്കുകയാണ്, വല്ലാണ്ട് ക്രൂശിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ഇനി നിന്നെയൊന്നും പോലെ ഒരു ഓർഡിനറി പെണ്ണല്ല, നിന്നെ ഒന്നും പോലെ മാത്രം സീരിയൽ കണ്ട് അതിലെ കള്ളക്കരച്ചിൽ സീൻ കണ്ട് മാത്രം അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സ്ത്രീയല്ല ഞാൻ. എനിക്ക് കുറച്ച് മൂളയും ബുദ്ധിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. എന്നിട്ട് ഇത്രയും കണ്ടിട്ട് ആ മനുഷ്യൻ പ്രതികരിച്ച് കഴിയുമ്പോൾ നീയൊക്കെ പറയുന്നു അയാൾ അവിടെ അത് എഴുതിയിട്ടു, ഇവിടെ ഇവള് പറയുന്നുണ്ടല്ലോ, ഈ പേപ്പട്ടി തമിഴ്ത്തി പറയുന്നുണ്ടല്ലോ, പേപ്പട്ടി തന്നെയാണ് കാര്യം. അവൾ കുരയ്ക്കുന്നത് അങ്ങനെയാണ്. ലൈവിൽ ഇരുന്നിട്ട് തെറി വിളിക്കുമ്പോൾ കറക്റ്റ് പേപ്പട്ടിയുടെ ഫേസാണ് അവൾക്ക്. പേപ്പട്ടി മനുഷ്യനെ ആക്രമിക്കാനായിട്ട് നിൽക്കില്ല, അതുപോലെ അണയ്ക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. എന്തായിട്ടൊക്കെ ശരിക്കും എനിക്ക് കഴിഞ്ഞ ദിവസത്തെ അത് കണ്ടപ്പോൾ പേപ്പട്ടിയെ പോലെ തന്നെ തോന്നി. അവൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. പേയാണ് ആ സ്ത്രീക്ക്, ശരിക്കും പേ തന്നെയാണ്. അപ്പോൾ മേ ബി ഏതെങ്കിലും പേപ്പട്ടി കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ പ്രതികരിച്ച് കഴിയുമ്പോൾ അത് മാത്രം പൊക്കി പിടിച്ച് സ്ത്രീയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിമൻ കാർഡുമായിട്ട് വരികയാണ് കുറേ സ്ത്രീകൾ. പുരുഷന്മാർക്ക് ഇവിടെ ഒരു റൈറ്റുമില്ല എന്ന് ചോദിച്ചതിന് അവൾ എന്നോട് ചോദിച്ചതാണ്. ഒരു റൈറ്റുമില്ല എന്ന് ചോദിച്ച ഒരു കാര്യത്തിന് അവൾ എന്നോട് ചോദിച്ച കാര്യങ്ങളാണ്. അവൻ്റെ അവിടെ അത് തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ഇവൾക്ക് ഈ ഒരു സംസാരമല്ലാതെ വേറൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ കെട്ടിയ 2 ഭർത്താക്കന്മാരും ജീവനും കൊണ്ട് ഓടിയത്?
രണ്ടാമത്തെ ശിവ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അയാൾ ജീവനും കൊണ്ട് ഓടിയത്? ഇപ്പോൾ ഉള്ളവരെണ്ണം പിടിച്ചു കെട്ടിയിട്ടേക്കുന്ന പോലെ അവിടെ കിടക്കുകയാണ്, എന്തോ അടിമ വേല ചെയ്ത് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടുകാർ പോലും, നിങ്ങളെയൊക്കെ നിങ്ങളുടെ വീട്ടുകാർ ആട്ടപ്പാടലും എല്ലാവരും ഒരുമിച്ച് ഉപേക്ഷിക്കുമോ? ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പം അവൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളവളാണോ എന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് പിടിക്കാൻ. ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളവളാണോ അവളെന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് പിടിക്കാൻ. അല്ലാതെ ഈ സൊസൈറ്റിക്ക് ദൂഷ്യം മാത്രം ചെയ്യുന്ന ഒരു സ്ത്രീയെ നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ സമൂഹത്തിന് തന്നെ നിങ്ങൾ വലിയൊരു വിപത്തിനെ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ആപത്തിനെ ഈ സമൂഹത്തിലേക്ക് എടുത്ത് തലയിൽ ചുമക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്വന്തം അച്ഛനും, അദ്ദേഹമൊക്കെ ഒരു വളരെ പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു ഇവളുടെ അച്ഛൻ. അച്ഛന് വേണ്ട, ബ്രദറിന് വേണ്ട, ചേച്ചിക്ക് വേണ്ട, മോൾക്ക് പോലും വേണ്ട. ഇപ്പോൾ ഒരു പെൺകുഞ്ഞ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10, 16, 17 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് സ്വന്തം അമ്മയുടെ കൂടെ എവിടെയും പോകാൻ ആഗ്രഹിക്കില്ല. ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ അവളുടെ അമ്മയുടെ അടുത്തായിരിക്കും ഈ ലോകത്ത്. അതോ സ്വന്തം അച്ഛനില്ല, വേറെ ആരും അങ്ങനെ അച്ഛനോ ഇല്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഏറ്റവും ഇതായിട്ടുള്ളത് അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഉണ്ടെങ്കിലും അമ്മ സ്പെഷ്യൽ തന്നെയാണ്. അങ്ങനെയുള്ളൊരു കുട്ടി പോലും ഇവളുടെ കൂടെ നിൽക്കുന്നില്ല അല്ലേ. എന്നിട്ട് കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഓരോന്ന് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് പറയുന്നു. ചേച്ചിയാണ് നോക്കുന്നതെന്ന് ചിലപ്പോൾ പറയുന്നു. തെണ്ടേണ്ട സമയമാകുമ്പോൾ ക്യാഷിന് ആവശ്യം വരുമ്പോൾ പറയുന്നു ഞാൻ ഫീസ് കെട്ടണം, അതാണ് ഇതാണെന്ന് പറയുന്നു. ഇങ്ങനെ നാളിതുവരെ മനുഷ്യനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഇത്രയും നാളുകൊണ്ട് എത്ര ലക്ഷം രൂപയാണ് ഇവൾ ഓരോ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഇതുപോലെ പരാധീനം പായാരം പറഞ്ഞ് മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യരെയൊക്കെ വിളിച്ച് തെറിക്ക് ആ മനുഷ്യരൊക്കെ നെഞ്ചു പൊട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിലപിക്കുകയാണ്. എനിക്ക് മനസ്സിലാകും അത് എന്തുകൊണ്ടാണ് നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നതെന്ന്. അവരുടെ മനസ്സിനേറ്റ മുറിവ് ഇവൾ വിളിച്ച ഓരോരുത്തരെയും, ഇവൾക്കത് പ്രശ്നമല്ല, ഇവളുടെ ഫാമിലിയെ അങ്ങനെ ആവാം. അല്ലാതെ ശീലമില്ലാത്ത ഒരാൾക്ക് ഇതുപോലെ തെറി വിളിക്കാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ കുട്ടിയെ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ അറ്റാക്ക് എനിക്ക് നേരെ വന്നല്ലോ. എടോ, കുട്ടികളെ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ മാതൃകകളാണ്. മാതൃക ആവണം. ഇന്നത്തെ കുട്ടികൾക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ അറിവുകളുമുണ്ട് സാധാരണ മനുഷ്യർ കഴിഞ്ഞും. ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം അമ്മ പബ്ലിക്കിൽ വന്നിരുന്ന് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ, ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യാൻ അവൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും. ഇവൾ പറയുന്നുണ്ടല്ലോ ഇവൾക്ക് ആകെ പേടിയും അനുസരണയും സ്വന്തം കുഞ്ഞിനെ മാത്രമാണെന്ന്. പക്ഷെ ആ കുട്ടി അതിനെ അംഗീകരിക്കുന്നു അല്ലേ. ഇവളുടെ കുഞ്ഞ് എന്ന് പറയുന്ന ആ സാധനം അതിനെ അംഗീകരിക്കുന്നു. ഇവളെ എത്ര തെറി വിളിച്ചാലും ഇവൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന കുറച്ച് ഫുഡ്, ഫ്രൂട്ട്സോ നട്ട്സോ, എന്താണ് ഇപ്പം ഇനി ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ എന്താണ് ചെയിൻ എടുത്ത് കൊടുക്കണമെന്നോ റിങ് എടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന, ആരെ തെറി വിളിച്ചിട്ടാണെങ്കിലും കിട്ടുന്ന പണങ്ങളും സംഭാവനകളും സമ്മാനങ്ങളും ഭക്ഷണവും മതി ആ കുട്ടിക്ക്. അപ്പോൾ 17 വയസ്സുള്ള ഒരു കുട്ടി, 16, 17 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ബാക്കി തന്നെയാണ്. അതും ഇതിൻ്റെ 2.0 നാളെയുടെ ഭീഷണിയാണ്. ഇവിടെ ഒരുപാട് ആളുകളുടെ മക്കൾ ഒരുപാട് നല്ല രീതിയിൽ വളരുന്നുണ്ട്, നല്ല രീതിയിൽ വളർത്തുന്ന മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ അടുത്തു വരുന്ന സനു 2.0 ആ ഇവളുടെ സന്തതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് 10 വയസ്സുള്ള ഒരു കുട്ടിയല്ല ഞാൻ പറയുന്നത്, ഇത്രയും പ്രായപൂർത്തിയായി ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ പറയുന്നത്. അവിടെ ആ പെണ്ണിന് ഈ തള്ളയെ ഇതുപോലെ ഈ തള്ള ആ പെണ്ണ് പറയുന്ന കേൾക്കുന്ന ഒരു മോളാണെങ്കിൽ അവൾക്ക് പറഞ്ഞ് തിരുത്തിക്കൂടെ? ഇത്രയധികം തെറി വിളിക്കുമ്പം ഒരു ബന്ധവും വയ്ക്കാതിരുന്നൂടെ? ബന്ധമില്ല, ചേച്ചിയുടെ വീട്ടിലാണെന്നൊക്കെ ചിലർ പറയും. നമ്മൾക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവള് നിത്യവും പോകുന്നുണ്ട്, ദിവസവും പോകുന്നുണ്ട്, പരിപ്പ് കറിയും പായസവും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് തെറി വിളിച്ച് കിട്ടുന്ന ക്യാഷിന് അല്ലേ, അത് സ്വീകരിക്കരുത്. അന്തസ്സും അഭിമാനവുമുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അതിൻ്റെ കാര്യം നോക്കണം. ഇങ്ങനെ നിർത്തേണ്ടടുത്ത് അമ്മമാരെ നിർത്താനായിട്ട് മക്കൾക്ക് പറ്റും, മക്കളെ നിർത്താൻ പേരൻസിന് പറ്റുന്നു എന്നുണ്ടെങ്കിൽ പേരൻസിനെ നിർത്താൻ. നിങ്ങളൊക്കെ എത്ര പേര് നിങ്ങളുടെ മക്കൾ തെറി വിളിക്കരുതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ തെറി വിളിക്കും. നിങ്ങളുടെ മക്കൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്ന പേപ്പട്ടിയുടെ വീഡിയോ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്നിട്ട് കാണാൻ പറ്റുമോ? ഓരോ മനുഷ്യരും അവിടെ വന്ന് കമൻ്റ് ഇടും, കുട്ടികൾ കാണുന്നതാണ്, നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവരെ തെറി വിളിച്ച് ഓടിക്കുകയാണ് ഈ പേപ്പട്ടി. കുട്ടിക്ക് എന്തിനു ഫോൺ കൊടുക്കുന്നു? അവളുടെ മോള് ഫോണ് ഉപയോഗിക്കുന്നില്ല. ഇത്രയും നിൻ്റെ മോളെ പോലെ ദരിദ്രവാസികളായിരിക്കില്ല എല്ലാവരും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതും അവർക്ക് ചെയ്യേണ്ട ഓരോ വർക്കുകൾ ചെയ്യുന്നതും ഒക്കെ ഫോണിലായിരിക്കും. ഫോൺ ഉപയോഗിക്കാത്തൊരു കാലഘട്ടമൊന്നുമല്ല അത്. നിൻ്റെ മകൾ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു.
ഇല്ലാത്തത് കൊണ്ടായിരിക്കും, നീ മേടിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും, ഗതിയില്ലാത്തത് കൊണ്ടായിരിക്കും. അതുപോലെയല്ല എല്ലാ കുട്ടികളും. അപ്പോൾ അതിൻ്റെ ആവലാതിയാണ് ഈ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ വിളിക്കുന്നത്, എന്തിന് യൂട്യൂബ് കാണിക്കുന്നു, ഞാനിവിടെ ഇരുന്ന് അഴിഞ്ഞാടും, ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, നിൻ്റെയൊക്കെ കുഞ്ഞിനെ എന്തിന് കാണിക്കുന്നു, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ അഴിഞ്ഞാടും. എടോ എന്തുമാത്രം വൃത്തികേടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ധ്രുവ് എന്ന് പറയുന്ന ഒരു ഐഡിയ എനിക്കവരെ വെറുപ്പിക്കേണ്ട വന്നു. ഞാൻ ഹൃദയത്തിൽ നിന്ന് സോറി പറയുകയാണ്. പക്ഷേ എനിക്ക് സങ്കടം തോന്നുന്നില്ല ഞാനങ്ങനെ പറയാൻ. നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. എന്താണെന്നറിയോ, അവൾ സനു, ആ വൃത്തികെട്ടവളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് മിനി അർഹിക്കുന്നതാണ് എന്ന്. അവൾ പറഞ്ഞ ആ വൃത്തികേട് ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ പച്ചയ്ക്ക് പറയാനറിയില്ല, ജസ്റ്റ് മനസ്സിലാകുന്ന പോലെ ഞാൻ പറയാം. നീ ആന്തപ്പന് കൊണ്ടുപോയി നിൻ്റെ അത് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ അവിടം കാണിച്ചു കൊടുക്കുക, ഇവിടം കാണിച്ചു കൊടുക്കുക, ബാക്കി ഒരുപാടുണ്ട്. അങ്ങനെ വൃത്തികേട് പറയാൻ വേണ്ടി ഞാൻ എന്താണ് സ്ത്രീയെ, ധ്രുവ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അത്തരം വൃത്തികെട്ട ലാംഗ്വേജ് അവൾ സംസാരിക്കാനായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനൊരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്താണോ? ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞ ആ പെർട്ടിക്കുലർ വിഷയത്തിൽ അദ്ദേഹം ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ഈ വൃത്തികെട്ടവൾ പറഞ്ഞതാണ് ആ ഭാഷ. നീയൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ തെറ്റുകാരനല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിൻ്റെയൊക്കെ അതുകൊണ്ട് തുറന്നു കാണിക്കാനാണോ നീയൊക്കെ പറയുക? നീ ആ ലാംഗ്വേജാണോ എനിക്ക് അർഹിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞത്? എന്ത് വിവരമുണ്ട് നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ മിനി അത് പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ആ പ്രസ്താവന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമൊക്കെ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ലല്ലേ, മേ ബി. അങ്ങനത്തെ വൃത്തികേട് പറയാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഈ ലോകത്ത് ഒരഭിപ്രായം ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ ഉടനെ സ്വന്തം ശരീരം കൊണ്ട് വിടർത്തി കാണിക്കാനാണോ പറയുക? സ്വന്തം ശരീരം അവനെ കൊണ്ട് നക്കിക്കാനാണോ പറയുക? എന്ത് സ്റ്റാൻഡേർഡാണ് ഈ സ്ത്രീക്കുള്ളത്? എന്ത് കൾച്ചറാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ക്വാളിറ്റി പറയാവോ? എപ്പോഴും ഞാൻ ചോദിക്കുന്നത് പോലെ വീണ്ടും ചോദിക്കുകയാണ്. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് 100% ഫെയിലാണ് ഈ സ്ത്രീ. സ്വന്തം ഒരു കുഞ്ഞിനെ കൂടെ നിർത്താൻ കഴിവില്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ. നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് സ്ത്രീകളെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ സൊസൈറ്റിയിൽ നീയൊക്കെ വലിച്ചു കീറുന്ന, നമ്മളൊക്കെ വിമർശിക്കുന്ന സ്ത്രീകൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുത്ത ഒരമ്മ ഇവിളേ ഉള്ളൂ. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് 100% പരാജിതയാണ്. ഒരു മകൾ എന്ന നിലയ്ക്ക് 100% പരാജിതയാണ്. നമ്മുടെയൊക്കെ അപ്പനും അമ്മയും ബ്രദറും ഒക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇതേപോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടുവോ? ഒറ്റയ്ക്ക് തള്ളിക്കളയുമോ? ഒരിക്കലും ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് തന്നെ പിടിക്കും. നമ്മളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മയുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ വേറെന്താ, പബ്ലിക്കിന് എന്ത് മെസ്സേജാണ് ഈ സ്ത്രീ കൊടുക്കുന്നത്? പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് മുഴുവൻ പിടിച്ച് മേടിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നു അല്ലേ? ഒരു കൂട്ടം മനുഷ്യരെ ഇതുപോലെ ഭ്രാന്തരെ പോലെ അലയിപ്പിക്കുന്നു, ഭ്രാന്തരെ പോലെ അവരെ കൊണ്ട് നിരന്തരം വീഡിയോ ചെയ്യിപ്പിക്കുന്നു. അവരുടെ ഇൻബോക്സിൽ പോയിട്ട് അവരുടെ ഫോൺ നമ്പർ കൈക്കലാക്കിയിട്ട് അവരുടെ ക്യാഷ് മേടിച്ച് ദൂർത്തടിച്ച് ജീവിച്ചിട്ട് ഇപ്പോൾ എവിടുന്നോ ഒരുത്തനെ കൊണ്ടുവന്ന് ലോഡ്ജിൽ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞപ്പം അവനെയും കൊണ്ടുവന്ന് തേറി വിളിപ്പിച്ച് ജീവിക്കുന്നു അല്ലേ? ഇതിൽ കൂടുതൽ പബ്ലിക്കിന് നല്ല ഒരു മെസ്സേജ് എന്താണ് ഇവൾ ചെയ്യുന്നത്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുക, ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരുണ്ടോ അങ്ങനെ ചാനൽ നടത്തുന്നത്, ജീവിക്കാൻ വേണ്ടി ചാനൽ നടത്തുന്നത്, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ചാനൽ നടത്തുന്നത്. ഒരുപാട് പേരുണ്ട് 10 രൂപ കിട്ടുന്നെങ്കിൽ 10 രൂപ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നത്. നീയൊക്കെ ചെല്ലുന്നത് മുഴുവൻ ഈ പുഴുത്ത തെറി കേൾക്കാനാണ്. ഇവളുടെ വായിലെ പുഴുത്ത തെറി കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇവളൊരു കള്ളക്കരച്ചിൽ കരയുമ്പോൾ നീയൊക്കെ അതിൽ വീഴുന്നു അല്ലേ? നിൻ്റെയൊക്കെ നിലപാട് എവിടെയാണ്? നിൻ്റെയൊക്കെ നിലവാരം എവിടെയാണ്? അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നിങ്ങൾ പറ. ഇവൾ എന്ത് ചെയ്തിട്ട് ഇവൾ കഷ്ടപ്പെടുന്നു? ആർക്ക് വേണ്ടിയിട്ടാണ്? എടോ, ഇതിലും എത്രയോ ഇരട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ അവരുടെ ജോലിയെല്ലാം യൂട്യൂബിൽ കാണിച്ചിട്ട് ഇങ്ങനെ പായാരം പറഞ്ഞാണോ ജീവിക്കുന്നത്? നജില തെണ്ടിയാൽ തെറ്റ്, വേറെ ആരൊക്കെയോ തെണ്ടിയാൽ തെറ്റ്, ഇവള് തെണ്ടിയാൽ തെറ്റില്ല. ഇവളുടെ എല്ലാ ബാധ്യതകളും പബ്ലിക്കിനാണ്. എന്നിട്ട്
ഈ പറയുന്നത് പോലെ ഇരവാദം ഇറക്കുന്നു. ആന്റണി ബ്രോയൊക്കെ ഇങ്ങോട്ട് വന്ന് തെറി വിളിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇവള് തെറി വിളിക്കാതെ ഒരാളും ഇവളെ തെറി വിളിക്കില്ല. വിമർശിക്കുമായിരിക്കാം, തെറി വിളിക്കുന്നവർ മുഴുവൻ ഇവള് തെറി വിളിക്കാതെ ഒരിക്കലും തെറി വിളിക്കില്ല. തനൂജ ഇവളെ തെറി വിളിച്ചിട്ടാണോ 6 മാസം തനൂജ ഇവളിരുന്ന് തെറി വിളിച്ചത്? ആണോ? അനു സജീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പം ഇവള് പൊക്കി പറയുന്നു. അവരെ എത്രയോ കാലം ഇവള് തെറി വിളിച്ചത് അവർ തെറി വിളിച്ചിട്ടാണോ? മോളി ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ തെറി വിളിച്ചിട്ടാണോ വിളിച്ചത്? സിസ്റ്ററിൻ്റെ മകളെ ഇവളുടെ മകളെ പറഞ്ഞിട്ടാണോ പറഞ്ഞത്? ആണോ? ഇതുപോലെ എത്ര പേരെ വേണം? ഞാൻ കഴിഞ്ഞ ദിവസം ഇവളെ തെറി വിളിച്ചിട്ടാണോ ഇവളെ അതുപോലെയുള്ള വൃത്തികെട്ട വാക്ക് പറഞ്ഞത്? ആണോ? നിനക്കൊക്കെ അത്രയും വൃത്തികെട്ട വാക്ക് കേട്ടാലും നിനക്കൊക്കെ പഞ്ചപുച്ച മടക്കി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീയൊന്നും പെണ്ണല്ല. അതുകൊണ്ടാണ് ഒരു പെണ്ണിന് വേദനിക്കും. എൻ്റെ മാക്സിമമാണ് ഞാൻ ഇന്നലെ സി പിയിലിട്ടത്. എൻ്റെ കൺട്രോള് പോയിട്ടാണ്. എൻ്റെ കൺട്രോൾ പോയി നിന്നിരുന്ന സമയത്ത് തന്നെയാണ് ധ്രുവ് വന്നിട്ട് അങ്ങനത്തെ വൃത്തികെട്ട ഒരു കമൻറ്റ്. മീനിയോട് പറഞ്ഞെങ്കിൽ മീനി അർഹിക്കുന്നതാണ്. അവന് വൃത്തികെട്ടവനാണെന്നല്ലേ? ആണൊരുത്തിന് തിരിച്ചു പറയുമ്പോൾ അവൻ വൃത്തികെട്ടവനാണ്. അത് ഈ സ്ത്രീക്കെതിരെ നിങ്ങൾ ന്യായീകരിക്കാൻ വരരുത്. വേറെ ആർക്കെതിരെ ആന്റണി ബ്രോ പറഞ്ഞുവെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ. നിരപരാധിയായ വേറെ ഏതൊരു സ്ത്രീക്കെതിരെയെങ്കിലും പറഞ്ഞു. ഇപ്പോൾ ലെസ്റ്റോക്കിലെ അനുവിനെതിരെ പറഞ്ഞെന്ന് പറഞ്ഞു. തെറിയും ചീത്തയൊന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞതിൻ്റെ എതിര് പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ ബാക്കിയല്ല തെറിയും ചീത്തയും പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോവാ. അതുപോലെ വേറെ നിരപരാധിയായ ഏതൊരു സ്ത്രീയെ ഇൻബോക്സിൽ പോയിട്ട് തെറി വിളിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് കൊണ്ടുപോവാ. ഈ പേപ്പട്ടിയെ പറയരുത്. ഈ പേപ്പട്ടി കടിക്കാതെ ഒരാളും ഇതിനെ തല്ലിക്കൊല്ലാനായിട്ട് ശ്രമിക്കില്ല. ഇവൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്. കാര്യം ഇവൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. ലൈഫിൽ ഇവൾക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം തെറി വിളിക്കുക എന്നത് മാത്രമാണ്. അത് മാത്രമാണ് ഈ സ്ത്രീ ചെയ്യൂ. അത് മാത്രമേ ഈ സ്ത്രീക്ക് അറിയൂ. മനസ്സിലായോ? ഒരുപാടുണ്ട് എനിക്ക് പറയാം. സ്ത്രീകളെ അശ്ലീലം പറയുമ്പം വൃത്തികെട്ടവളെ, നിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അവിടെ വെച്ച് കുലുക്കി നീ മറ്റുള്ളവരുടെ ശരീരത്തിലെ അവയവങ്ങളെ പറ്റി വർണ്ണിക്കുന്നു. അവിടെ എടുത്തു വെച്ച് നക്കിക്കാൻ പറയുന്നു. അവനെ കൊണ്ട് നക്കിക്കാൻ പറയുന്നു. ഇത് ഇവിടെ നക്കിക്കാൻ പറയുന്നു. നിനക്ക് എന്ത് ക്വാളിറ്റി ആടി നെറികെട്ട സ്ത്രീയെ ഉള്ളത്? നീ ഒരു പെണ്ണാണോടി നപുംസകമേ? നിനക്ക് മകളോ? അവൾ അടുത്ത ഭീഷണിയാണെടി. അത് തന്നെ കാര്യം. 10-17 വയസ്സുള്ള ഒരു പെണ്ണിന് സ്വന്തം അമ്മ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ പേപ്പട്ടിയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന ഇങ്ങനെയുള്ള അമ്മമാരുടെ മക്കളും എന്ന് പറയണം. തെറി വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതുപോലെ അശ്ലീലം പറയുന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെട്ടത് കൊണ്ട് ചനു നീയാണ് ശരി എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഒരു മൂളയുമില്ലാതെ പോയി താങ്ങിക്കൊടുക്കുന്നു. നിങ്ങൾ ഇവളിൽ കണ്ട ഒരു ശരി എന്താണ്? ഇവളെ ആക്രമിക്കുന്നു. ഒരു കാരണമില്ലാതെ ആരാണ് ഇവളെ ആക്രമിക്കാൻ ചെന്നിരിക്കുന്നത്? ഇവള് ക്യാഷ് മേടിച്ച് പലർക്കുമെതിരെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് വീഡിയോസ് ചെയ്തു. ഇവള് തന്നെ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടി സംസാരിച്ചു, ഇവർക്ക് വേണ്ടി സംസാരിച്ചു. എന്തിന്? വെറുതെയാണോ? അല്ല, ക്യാഷ് മേടിച്ചിട്ട് തന്നെ അല്ലേ? പല വീഡിയോകളും പലർക്ക് വേണ്ടിയിട്ടും ചെയ്തു. അതിൽ നിന്നുണ്ടായ വൈരാഗ്യത്തിലും മറ്റുള്ളവർ പ്രതികരിക്കുമ്പം അതുമാത്രം നിങ്ങൾ കാണുന്നു. ആന്റണി ബ്രോയെ നിങ്ങൾ പറയുന്നു ഇവള് വിളിക്കുന്നതിനെ കഴിഞ്ഞ ഡോസ് കൂടി ഒരൊറ്റ വൃത്തികേട് അദ്ദേഹം വിളിച്ചതായിട്ട് നിങ്ങൾ പറ. ഞാൻ കാണുന്ന അത്രയും നാൾ, ഞാൻ കുറേ നാളെ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആവശ്യമില്ലാതെ ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പല ചാനലിലും കമൻറ്റ് കണ്ടിട്ടുണ്ടെന്നോ ഇവള് പറയുന്ന നെറികേടും വൃത്തികേടും ഇതേപോലെയുള്ള സെക്ഷൽ ടോക്കുകൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് അവളെ കൊടുക്ക് എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം കുറേ മലയാളികൾ ഇതിന് അഡിക്റ്റായിപ്പോയി. കുറേ പേര് ഇവളുടെ വലയിൽ വീണു. ഇവളെപ്പോലെ വൃത്തികെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം. ഇത് അനുവദിച്ചുകൂടാ. സംസാരിച്ച് തന്നെ ഇരിക്കും. നീ എന്നെ പറഞ്ഞ വൃത്തികേടിന് നിനക്കെതിരെ ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. സ്ത്രീയെ, എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നീ കൊമ്പ് പുലിക്ക് കുടമ്പടി കെട്ടി വാ. നീ എവിടെയാണെങ്കിലും ഏത് വഴിയാണ് നീ ഏതുവരെ പോകൂടി? നിൻ്റെ മകളെ നീ ഡോക്ടറാക്കുമോ? ഒരിക്കലും ഇല്ലടി. കുറേ പേരുടെ ഇനി ആരും പ്രാഗത്തിലായിരിക്കും. എൻ്റെ പ്രാക്കുണ്ട്. ആ പെണ്ണ് ഒരിക്കലും ഡോക്ടറാവില്ലടി. കാര്യം നിൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണ്. നിൻ്റെ വയറ്റിൽ നിന്ന് വന്ന നാശമാണത്. ഞാനങ്ങനെ പറയിട്ട് ഇത്രയും മനുഷ്യരെ വേദനിപ്പിച്ച് തെറി വിളിച്ച് ചീത്ത വിളിച്ച് പണം ഉണ്ടാക്കി നിനക്ക് നിൻ്റെ മകളെ ഡോക്ടറാക്കിയിട്ട് സുഖിക്കണമെന്നോ? നടക്കുന്ന കാര്യമാണത്. അതിന് കുറച്ചെങ്കിലും ഒരു, ഞാൻ പറയില്ല, അന്തസ്സ് വേണം. കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനാവണം. നീ മനുഷ്യനേ അല്ല. അത്രയും നെറികെട്ട വൃത്തികെട്ട സ്ത്രീയാണ് നീ എന്നെ പറഞ്ഞ വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ ഞാൻ
ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക്. ഞാനൊരു മനുഷ്യനെ ഞാൻ പറഞ്ഞ ആ പെർട്ടിക്കുലർ വിഷയത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ടായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. അതിനൊക്കെ നീയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന നീയൊക്കെ പറയുന്നു ചാനു പറഞ്ഞത് ശരിയാണെന്നല്ലേ? അതിലെവിടെയാണ് ചാനു പറഞ്ഞതിൻ്റെ ശരി? ഞാൻ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, അദ്ദേഹം ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് അവൾ എനിക്ക് തന്ന മറുപടിയാണ്, നീ അവൻ്റെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണോ? നീ അവിടെ പോയി അങ്ങനെ ഇരുന്നിട്ട് അവൻ അങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇതാണോ സ്ത്രീയെ, ധ്രുവ് എന്ന് പറയുന്ന സ്ത്രീയോ പുരുഷനോ ഹൂവർ, ഇതാണോ ഒരു ലേഡി തരേണ്ട മറുപടി? ഇതാണോ ഒരു മറുപടി എനിക്ക് കിട്ടേണ്ട മറുപടി? ഇതാണോ? ഞാൻ എന്ത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്? എന്നിട്ട് ചിലർ വന്നിട്ട് പറയുന്നു മിനി ഇങ്ങനെ പറയുന്നു വിചാരിച്ചില്ല. മിനി തന്നെയാണോ അത്? ഞാനും സ്ത്രീയാണ്, അന്തസ്സും അഭിമാനവും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നെ ദ്രോഹിച്ചാൽ, എൻ്റെ ശരീരത്തെപ്പറ്റി വൃത്തികേട് പറഞ്ഞാൽ, എനിക്ക് നേരെ ആഭാസത്തരം അഴിച്ചുവിട്ടാൽ ഏതറ്റം വരെയും എനിക്ക് പോകാൻ പറ്റുന്ന എക്സ്ട്രീം വരെയും ഞാൻ പോകും. ഇവളല്ല, ചനു അല്ല സോഷ്യൽ മീഡിയയിലെ എന്തിൻ്റെയും ഏതിൻ്റെയും അവസാന വാക്ക്. അവൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. മാന്യമായിട്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നീ പിടിച്ചു നിൽക്കടി വൃത്തികെട്ട പേപ്പട്ടി. മര്യാദയ്ക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റില്ലല്ലേ? നിനക്ക് അശ്ലീലവും അസഭ്യവും സെക്ഷൽ ടോക്കും പറയാതെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ഈ സെക്ഷൽ ടോക്ക് കേട്ടിട്ട് നിന്നെ അമ്മേ എന്ന് നിൻ്റെ മകൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇതിനെ കഴിഞ്ഞും വലിയ വൃത്തികെട്ടവളാണടി. ഇതിനെ കഴിഞ്ഞും അടുത്ത തലമുറയ്ക്ക് ഭീതിയായിട്ട് വളരുന്ന ഒരു വൃത്തികെട്ടവളാണ്. അമ്മ എന്നല്ല, പട്ടി എന്ന് പോലും വിളിക്കാൻ തോന്നില്ല നിൻ്റെ വായിലെ പുഴുത്ത വാക്കുകൾ കേട്ടാൽ.